ആദ്യമായ ഒരു മനുഷ്യന്റെ തലയിൽ ന്യൂറാലിങ്ക് ഒരു ചിപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ തലച്ചോറുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിനെയും നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്തെല്ലാമാണ് ഇവിടെ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ, ഈ ചിപ്പുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങൾ, എന്തെല്ലാമാണ് അതിൻ്റെ നേട്ടങ്ങൾ? ഭാവിയെ പൂർണ്ണമായിട്ടും ഈ ഒരൊറ്റ ചിപ്പ് തന്നെ മാറ്റിമറിക്കുമോ? ഭാവിയിലെ മനുഷ്യരെ മുഴുവനും ഇത്തരം ചിപ്പുകളും ടെക്നോളജികളും സൈബോർഗുകളാക്കി മാറ്റുമോ? വിശദമായ നിലയിൽ തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ലുക്ക് ഹിയർ. കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ട് നമ്മൾ പോലും പലപ്പോഴായി സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ബ്രെയിൻ ചിപ്പ് വരാൻ പോകുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ, നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. ആ കൂട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തകൾ ലഭ്യമാകുമ്പോൾ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി ആദ്യമായിട്ട് അവരുടെ ബ്രെയിൻ ചിപ്പായിട്ടുള്ള ടെലിപ്പതി എന്ന് പറയുന്ന ഒരു ചിപ്പിനെ ഇംപ്ലാന്റ് ചെയ്തിരിക്കുകയാണ്, ഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അയാൾ നല്ല രീതിയിൽ തന്നെ സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എലൻ മസ്ക് എന്ന ഈ ഒരു ന്യൂറാലിങ്ക് സ്ഥാപകൻ ട്വിറ്ററിലൂടെ, എക്സിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഇവിടെയും പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം 2016 എലൻ മസ്ക് ഇത്തരത്തിലുള്ള ക്രേസി ആയിട്ടുള്ള ഒരു ഐഡിയയുമായിട്ട് ഇങ്ങനെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിന് കാലിഫോർണിയയിൽ തുടക്കം കുറിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം വളരെ വിചിത്രമായിട്ടുള്ള, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വിചിത്രമായിട്ടുള്ള ഒരുപാടധികം ഐഡിയകൾ തലയിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കൃത്യമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എലൻ മസ്ക് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ന്യൂറാലിങ്ക് എന്ന് പറയുന്ന എലൻ മസ്കിൻ്റെ ഈ ഒരു കമ്പനിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകളെ ഇലക്ട്രോണിക് ഡിവൈസുകളുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇത്തരം ഒരു കാര്യം അവിടെ സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഇലക്ട്രോണിക് ഡിവൈസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു സെൻസർ അല്ലെങ്കിൽ ഒരു ചിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ഡിവൈസ് ആവശ്യമാണ്. ഇത്തരം ഒരു ബ്രെയിൻ ചിപ്പിൻ്റെ പരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഈ കാലം അത്രയും ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി. അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ജീവികളിൽ ഇങ്ങനെ ഒരു ബ്രെയിൻ ചിപ്പ് നിർമ്മിച്ചെടുത്തതിന് ശേഷം അവർ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കുരങ്ങൻ അതിൻ്റെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് പിങ് പോങ് എന്ന് പറയുന്ന ഗെയിമിനെ നിയന്ത്രിക്കുന്നതും, അതുപോലെ തന്നെ കീബോർഡിൽ ലെറ്റേഴ്സ് ചൂസ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോകളൊക്കെ വലിയ തോതിൽ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു അടുത്ത സ്റ്റെപ്പ് എന്നോണമാണ് ന്യൂറാലിങ്ക് അവരുടെ ഹ്യൂമൻ ട്രയലുകളിലേക്ക് കടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു മെഡിക്കൽ ഡിവൈസ് നിർമ്മിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഹ്യൂമൻ ട്രയലുകളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറയുന്ന കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരൊറ്റ പരീക്ഷണം ഒരുപക്ഷെ ആ ഒരു കമ്പനിയുടെയും അല്ലെങ്കിൽ ലോകത്തിൻ്റെയും പൂർണ്ണമായിട്ടുമുള്ള ഭാവിയെ മാറ്റിമറിച്ചേക്കും. അതല്ലെങ്കിൽ ആ കമ്പനി പൂട്ടി പോകാനും കാരണമാകും. എന്തൊക്കെ തന്നെയായാലും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലൊക്കെ തന്നെയാണ് ഇത്തരം ഒരു ഹ്യൂമൻ ട്രയൽ നടത്താനുള്ള FDA അപ്രൂവൽ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനിക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ആ ഒരു അവസരത്തിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇത്തരം ഒരു അനുമതി കിട്ടിയതിന് ശേഷം ഈ ഒരു ബ്രെയിൻ ചിപ്പ് വെക്കാൻ ആവശ്യമായിട്ട് ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ ന്യൂറാലിങ്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ ഒരുപാടധികം ആളുകൾ അതിനു വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1000-ന് മുകളിൽ ആളുകൾ ഈ ഒരു ഹ്യൂമൻ ട്രയലിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നിലവിൽ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി അവരുടെ ടെലിപ്പതി എന്ന് പറയുന്ന ചിപ്പിനെ അയാളുടെ ശരീരത്തിൽ, അയാളുടെ തലക്കകത്തായിട്ട് ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളത്, ഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇത്തരം ഒരു കാര്യത്തിൽ ഒരുപാട് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ തലയോട്ടി ചെറിയൊരു ഹോള് സൃഷ്ടിച്ചിട്ട് അതിനകത്തുകൂടെയൊക്കെയാണ് ഈ ഒരു ബ്രെയിൻ ചിപ്പിനെ ഇവർ ഇൻസേർട്ട് ചെയ്യുന്നത്, തലയിലകത്ത് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് കാരണമായിട്ട് തന്നെ വളരെയധികം സസൂക്ഷ്മം ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ തന്നെയാണ്, ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ നടക്കേണ്ടത്. അതിനാലൊക്കെ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള റോബോട്ടുകൾ തന്നെയാണ് ന്യൂറാലിങ്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുമ്പേ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ തലക്കകത്ത് വെച്ചിട്ടുള്ള ഈ ടെലിപ്പതി എന്ന് പറയുന്ന ഈ ഒരു ചിപ്പ്, ഈ ഒരു ബ്രെയിൻ ചിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മനുഷ്യരുടെ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂറാലിങ്കിൻ്റെ ഈ ചിപ്പിൻ്റെ സഹായത്തോടു കൂടെ ആ ആളുകൾക്ക് ഇലക്ട്രോണിക് ഡിവൈസുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്, ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിൽ നിന്നും പോകുന്ന അല്ലെങ്കിൽ സെൻഡ് ചെയ്യപ്പെടുന്ന സിഗ്നലുകൾക്ക് അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ മസിലുകളിൽ വ്യത്യാസം വന്നുകൊണ്ട് നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നത്, നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, നടക്കാൻ സാധിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രധാനമായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നും സെൻഡ് ചെയ്യപ്പെടുന്ന, റിസീവ് ചെയ്യപ്പെടുന്ന സിഗ്നലുകൾ തന്നെയാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബ്രെയിൻ സിഗ്നലുകളെ പ്രത്യേക തരത്തിലുള്ള ഒരു ചിപ്പിൻ്റെ സഹായത്തോടു കൂടി തന്നെ കൃത്യമായിട്ട് പിടിച്ചെടുത്ത് അത് ബ്ലൂടൂത്തൊക്കെ പോലുള്ളൊരു മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടെ മറ്റു ഇലക്ട്രോണിക് ഡിവൈസുകളിലേക്ക് എത്തിച്ച് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവിടെയും പ്രധാനമായിട്ട് ഈ ഒരു ചിപ്പിലൂടെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി സാധ്യമാക്കിയിട്ടുള്ളത്. അതും നമ്മളിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ആദ്യത്തെ ഏറെക്കുറെ 18 മാസത്തോളം വ്യത്യസ്ത തരത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെയാവും അദ്ദേഹം കടന്നു പോവുക. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ വരുന്നുണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ആദ്യത്തെ ഈ 18 മാസങ്ങൾ അയാൾ കടന്നു പോവുക. അതിനുശേഷം പിന്നീടുള്ള മാസങ്ങളിലായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണങ്ങൾക്ക് അദ്ദേഹം വിധേയമാകുന്നതായിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള 6 വർഷക്കാലം വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെയിൻ ചിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂറാലിങ്ക് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ തന്നെ ആദ്യഘട്ടം എന്നോണം നാഡീക്ഷതം സംഭവിച്ചവരിൽ നിന്നും ALS ബാധിച്ചവർ, തളർച്ച ബാധിച്ചവർ, കൈകാലുകൾ നഷ്ടപ്പെട്ടവർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ നിന്നാണ് ന്യൂറാലിങ്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതും നമ്മളിപ്പോൾ ഈ വിചാരിക്കുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള ഏതൊരു ഡിവൈസിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ള നിലയിലല്ല ആദ്യഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെയും ഒരു ഡിജിറ്റൽ കീബോർഡിലെ ഏതെല്ലാം ലെറ്ററുകൾ ചൂസ് ചെയ്യണമെന്ന് ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളും മറ്റുമൊക്കെയാണ് ന്യൂറാലിങ്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പരീക്ഷണങ്ങളിലേക്കും മറ്റുമൊക്കെ അവർ കടക്കുമെന്ന കാര്യം നമുക്ക് തീർച്ചയാണ്. അതിൽ തന്നെ ഇപ്പോൾ പല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റോബോട്ടിക് ആമിനെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിലേക്ക് തീർച്ചയായിട്ടും ന്യൂറാലിങ്ക് ഇതിനെ കൊണ്ടുവരുന്നുണ്ടാകും. അതുപോലെ തന്നെ ചലിക്കാൻ പോലും കഴിയാത്ത ആളുകൾക്ക് അവരുടെ വീൽ ചെയറുകളെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് ഈ ഒരു ചിപ്പിനെ അവർ മാറ്റുന്നതായിരിക്കും. ഇത് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളാണ്. എന്തൊക്കെ തന്നെയായാലും ഭാവിയിൽ വലിയ തോതിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള ബ്രെയിൻ ചിപ്പുകൾ സൃഷ്ടിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇപ്പോൾ ന്യൂറാലിങ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്പനി മാത്രമാണ്. ഇതുപോലെ തന്നെ ഒട്ടനവധി കമ്പനികൾ ഇതേ ഒരു മേഖലയിൽ തന്നെ ഇതിനോടകം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്ന നിലയിലേക്കുള്ള ഒരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് പോലും ന്യൂറോടെക് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ മേഖലയിൽ റിസർച്ചുകൾ നടത്തുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളൊക്കെ തന്നെയും ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. അതിനാൽ ഭാവിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ വരുമെന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങളിലൂടെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഇതിനോട് തന്നെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നൊരു കാര്യം ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് 1500-ലധികം വരുന്ന ജീവികളെ ന്യൂറാലിങ്ക് ഇതിനോടകം തന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നൊരു കാര്യമാണ്. അതിൽ കുരങ്ങന്മാരും പന്നികളും ഷീപ്പുകളും അഥവാ ആടുകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ന്യൂറാലിങ്കിന് നേരെ പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും അതിനെല്ലാം ഒടുവിൽ ഒരു ഹ്യൂമൻ ട്രയലിലേക്ക് ഇതിൻ്റെ ഏറ്റവും ഒരു അവസാന ഘട്ടത്തിലേക്ക് തന്നെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി എത്തിച്ചേരുകയാണ്. ഇവിടെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിപ്പുകൾ തലച്ചോറിൽ വെക്കുന്നത് കാരണമായിട്ടുള്ള നേട്ടങ്ങളുമുണ്ട്, അതുപോലെ തന്നെ കോട്ടങ്ങളുമുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്ന ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൈകാലുകളൊക്കെ തളർന്നിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ഒരു ബ്രെയിൻ ചിപ്പിൻ്റെ സഹായത്തോടുകൂടി അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ അവർക്ക് സാധ്യമാകുന്ന നിലയിലേക്ക് ഈ ടെക്നോളജി മാറി വരുന്നതായിരിക്കും എന്ന് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഒരു ഓപ്പറേഷൻ കാരണമായിട്ട് അവിടെ വലിയ തോതിലുള്ള ഇൻഫെക്ഷൻ, ബ്ലീഡിങ് അങ്ങനെയുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഈ തലച്ചോറുമായിട്ടാണ് ഈ ഒരു ചിപ്പിനെ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അത് കാരണമായിട്ട് ഷോർട്ട് ടൈമിലേക്ക് വലിയൊരു പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും ലോങ് ടൈമിലേക്ക് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നിലയിലേക്ക് ഇത് മാറാമെന്ന് പറയുന്ന തോതിലുള്ള വാദങ്ങളും വലിയ തോതിൽ തന്നെ പലരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം ഒരു ബ്രെയിൻ ചിപ്പാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് നമ്മുടെ ശരീരത്തോട് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഹാക്ക് ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ അത് കാരണമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ബ്രെയിൻ ചിപ്പുകൾ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ആളുകൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്ന വലിയൊരു പ്രശ്നം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് വൈൻഡപ്പാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ ബ്രെയിൻ ചിപ്പുകൾ നമ്മൾ പൂർണ്ണമായിട്ടും ഭാവിയിൽ ഒരു സൈബോർഗുകളെ പോലെ മാറ്റിമറിക്കുമോ? പലപ്പോഴും പല സൈഫൈ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് മനുഷ്യനും യന്ത്രവും കൂടി ചേർന്നിട്ടുള്ള തരത്തിലുള്ള മനുഷ്യർ, സൈബോർഗ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. അത്തരമൊരു കാര്യം ഇങ്ങനെയുള്ള ചിപ്പുകളിലൂടെ സാധ്യമാകുമോ? ഈ ചിപ്പുകൾ മാനവരാശിക്ക് പോലും വലിയ തോതിലുള്ള വെല്ലുവിളിയായിട്ട് മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ തോട്ടുകൾ, നിങ്ങളുടെ ചിന്തകൾ തീർച്ചയായിട്ടും അവയും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.